ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തിനെ അറിയിക്കുന്നു. ഓൾറെഡി നമ്മൾ കുറച്ച് മെസ്സേജുകളും സാക്ഷ്യങ്ങളും ഒക്കെ ആയിട്ട് അനുഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. എനിക്ക് തന്നിരിക്കുന്ന മെസ്സേജ് പറഞ്ഞ് വേഗത്തിൽ തന്നെ ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വാക്യം വായിക്കാം. യോഹന്നാൻ 20:29. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. യേശു തന്റെ ശിഷ്യനായ തോമസിനോട് പറയുന്ന ഒരു വചനഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഇതിനൊരു പശ്ചാത്തലം അല്ലെങ്കിൽ ഇതിന്റെ മുന്നത്തെ വചനഭാഗം നോക്കണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശു മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി തൻ്റെ കൈയും തൻ്റെ വിലാപ്പുറവും ശിഷ്യന്മാരെ കാണിച്ചു. യേശുവിനെ കണ്ടപ്പോൾ അവർ വളരെയധികം സന്തോഷിച്ചു. ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു അവിടെ പ്രത്യക്ഷമായിരുന്ന ആ സമയത്ത് യേശുവിൻ്റെ ശിഷ്യനായിരുന്ന തോമസ് യേശുവിൻ്റെ കൂടെ അവിടെ ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. പിന്നീട് ശിഷ്യന്മാർ ഇത് തോമസിനോട് പറഞ്ഞു. തോമസിനോട് പറയുമ്പം തോമസ് കേട്ട് സന്തോഷിച്ച് കാണാതിരിക്കും. എന്നാൽ തൻ്റെ ഉള്ളിലൊരു സംശയം ഉണ്ടായി. തോമസ് ഇപ്രകാരമാണ് പറഞ്ഞത്. അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കൂ. 20:25. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കില്ല എന്ന് അവനവരോട് പറഞ്ഞു. യേശുവിനോട് കൂടെ എല്ലായ്പ്പോഴും നടന്നൊരു ശിഷ്യനായിരുന്നു. എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നൊരു ശിഷ്യനായിരുന്നു തോമസ്. പലപ്പോഴും ഉണ്ടായിരുന്നു. യേശു ചെയ്ത അത്ഭുതങ്ങളെ കണ്ട, യേശു ചെയ്ത അടയാളങ്ങളെ കണ്ട ഒരു വ്യക്തിയായിരുന്നു. യേശുവിന്റെ വചനം കേട്ടൊരു വ്യക്തിയായിരുന്നു. പക്ഷേ തോമസ് എന്താണ് പറഞ്ഞത്? ഞാൻ അവന്റെ കയ്യിലെ ആണിപ്പഴുതിൽ വിരലിടുകയും വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. അപ്പൊ ഇത് തോമസിന്റെ മാത്രം വാക്കുകളല്ല. പലപ്പോഴും നമ്മുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു വാക്കാണ്. നമ്മൾ വളരെയധികം ദൈവിക നന്മകൾ അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചവരായിരിക്കാം. എങ്കിലും ചിലൊരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മളെ വിശ്വാസത്തിൽ സംശയത്തോടു കൂടി നോക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അവിടെ 27-ാം വാക്യത്തിൽ പറയുന്നു, യേശു തോമസിനോട്, പിന്നീട് വീണ്ടും യേശു അവിടെ പ്രത്യക്ഷനാവാണ്. ആ തോമസ് ഉള്ളപ്പോൾ തന്നെ പ്രത്യക്ഷനാവാണ്. എന്നിട്ട് യേശു തോമസിനോട് തന്നെ പറയാണ്, നിന്റെ കൈ എൻ്റെ ആണിപ്പഴുതിലിടുകയും നിന്റെ വിരൽ എൻ്റെ ആണിപ്പഴുതിലിടുകയും കൈ വിലാപ്പുറത്ത് ഇടുകയും ചെയ്യുക. എന്നിട്ട് പറയണ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം. എന്നിട്ട് യേശു പറയണം, യേശു താൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ച് അവിടെ യേശു പറയുന്നുണ്ട്. എന്താണ്? നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. ആരാണ് ഭാഗ്യവാന്മാര്? കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാര്. നമുക്കറിയാം, എബ്രായറിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വാക്യമാണ്, വിശ്വാസം എന്താണ്? ആശിക്കുന്നതിൻ്റെ ഒപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലാവട്ടെ അത് എനിക്ക് ലഭിച്ചൊരു വാഗ്ദത്തമാണ്, അല്ലെങ്കിൽ ഇന്നൊരു പ്രാർത്ഥനയിലൂടെ ഞാനൊരു കാര്യത്തിലേക്ക് എടുത്തു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാൽച്ചുവടുകളൊക്കെ എടുത്തു വെക്കും. എന്നാൽ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ചില നിമിഷങ്ങളിൽ നമ്മൾ അവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ സംശയിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാറുണ്ട്. അപ്പോൾ യേശു ഇവിടെ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ സംശയിക്കാതെ തീർച്ചയായും ഞാൻ വഴി നടത്തുന്നൊരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക തന്നെ വേണം. നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതായിരിക്കണം. ഇപ്പൊ തോമസ് പറഞ്ഞത് യേശുവിന്റെ ഒരു ശിഷ്യനാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസത്തിൽ സംശയം യേശുവിന് നേരിട്ട ഒരു വ്യക്തിയാണ് പത്രോസ്. പത്രോസിൽ നിന്നും ഒരു സംശയം നേരിട്ടൊരു ഭാഗം നമുക്കറിയാം. മത്തായി 14:28 മുതലുള്ള ആ ഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു വെള്ളത്തിന് മീതെ കൂടെ നടന്നു. അപ്പൊ ശിഷ്യന്മാർ എന്ത് പറഞ്ഞു? ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പൊ പത്രോസ് യേശുവിനോട് എന്താണ് പറഞ്ഞത്? കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. യേശു വരിക എന്ന് പറഞ്ഞു. യേശു വരിക എന്ന് പറഞ്ഞ് പത്രോസ് അടുത്ത നിമിഷം ഇറങ്ങി ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും അത് യേശുവാണെന്ന് പത്രോസ് ആഴത്തിൽ വിശ്വസിച്ച് കാണും. വിശ്വസിക്കാതെ ഇറങ്ങില്ലേ, കാരണം മുങ്ങിച്ചാവും എന്നുള്ളത് അറിയാം. ആഴമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അടുത്ത നിമിഷം പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. അപ്പം പത്രോസ് വളരെ വിശ്വാസത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ പത്രോസ് വെള്ളത്തിൽ ഇറങ്ങി. പത്രോസ് നടന്നു. അപ്പൊ സ്മൂത്തായി നടക്കണോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പം കാറ്റ് വന്നു. ഒരു പ്രതിസന്ധി വന്നപ്പോൾ പത്രോസ് തന്റെ വിശ്വാസത്തിൽ സംശയിച്ചതായിട്ട് അവിടെ കാണാം.
അപ്പം യേശു എന്താണ് പറഞ്ഞത്? നമ്മളും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്, നമ്മളൊരു കാര്യത്തിലാവട്ടെ, നമ്മൾ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവഹിതമാണെന്നുള്ളൊരു വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥനയോട് കൂടി ഇറങ്ങും. കാര്യങ്ങൾ സ്മൂത്തായി പോകുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ തന്നെ പോവും. എന്നാൽ ഇടയ്ക്കൊരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ പരീക്ഷകളോ വരുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ സംശയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ കർത്താവ് അവിടെ പത്രോസിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, നീ അവിശ്വാസിയെ സംശയിക്കാതെ വിശ്വാസത്തോടു കൂടെ ഇരിക്കും. നീ എന്തിനു സംശയിച്ചു? കാരണം ഒരു നിമിഷം പത്രോസ് തന്നെ ആരുടെ മുമ്പിലേക്കാണ് പോകുന്നത്, തന്നെ ആര് വിളിച്ചിട്ടാണ് ഇറങ്ങിയത്, താൻ ആരുടെ വാക്കുപ്രകാരമാണ് ഇറങ്ങിയത്, ഇതൊക്കെ മറന്നുപോയി. ഒരു നിമിഷം പ്രതിസന്ധിയിൽ താൻ സംശയിച്ചു. എന്നാൽ യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്ന് നമുക്ക് അതിൻ്റെ താഴ്ഭാഗം പറയുന്നുണ്ട്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, നീ സംശയിച്ചത് എന്തിനാ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വേദനകൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ, രോഗങ്ങളൊക്കെ വരാം. പക്ഷെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ തളർന്നു പോകാതെ നമ്മൾ അറിഞ്ഞ വിശ്വാസത്തിൽ ഉറച്ചിരിക്കണം എന്ന് യേശു നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മളെ വിളിച്ചത് ദൈവമാണെങ്കിൽ വഴി നടത്താൻ ദൈവം ശക്തനാണ്. നമ്മളെ മെനഞ്ഞുണ്ടാക്കിയ ദൈവമാണെങ്കിൽ നമ്മൾ അന്ത്യം വരെ നമ്മളെ കരുതാനായിട്ട് ദൈവം ശക്തനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് ദൈവമാണെങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങളാണെങ്കിൽ, അതിൻ്റെ മധ്യത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ പതറിപ്പോകരുത്. കാരണം അതിൻ്റെ അവസാനം വരെ നമ്മൾ ദൈവത്തിൻ്റെ കരത്താൽ തന്നെ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് ഇടയായിത്തീരും. നമുക്കറിയാം, ആഴമേറിയൊരു വിശ്വാസത്തെക്കുറിച്ച് മത്തായി 8:6-10 വരെ ഒന്ന് വായിക്കാമോ? ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവിടെ നമ്മൾ വായിച്ചു കേട്ടു. ശതാധിപൻ കർത്താവിനോട് പറയണത്, കർത്താവെ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു. അപ്പം യേശു നീ വന്ന് സൗഖ്യമാക്കണം എന്നൊന്നും പറഞ്ഞില്ല, ആ കാര്യം പറഞ്ഞോളൂ. യേശു എന്താണ് പറഞ്ഞത്? ഞാൻ വന്ന് സൗഖ്യമാക്കാം. ശതാധിപൻ എന്ന് പറയുമ്പോൾ വളരെ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്, തൻ്റെ കീഴിൽ ഒത്തിരി ആൾക്കാരുള്ള ഒരു മനുഷ്യനാണ്. എന്നിട്ട് ശതാധിപൻ എന്താണ് പറഞ്ഞത്? എൻ്റെ പുരയ്ക്കകത്ത് കടക്കുവാൻ നീ വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഇവിടെ നിന്ന് കൽപ്പിച്ചാൽ മതി, അവിടെ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. അപ്പം അത്രയും ആഴമേറിയ വിശ്വാസത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. യേശു വരാമെന്ന് പറഞ്ഞിട്ട് പോലും പറയണം, നിന്റെ ഒരു വാക്ക് ഇവിടെ മതി, എൻ്റെ ബാല്യക്കാരൻ അവിടെ സൗഖ്യമാകും. അപ്പം ആ ഒരു ആഴമേറിയ വിശ്വാസമാണ് യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യാക്കോബ് 1:5-6 വാക്യങ്ങളിൽ ഒന്ന് വായിക്കാമോ? യാക്കോബ് 1:5-6 വാക്യം. നിങ്ങൾ ഒരുതിന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വസിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അറിയുന്ന കടൽ തിരക്കുന്നു. ഇവിടെ പറയുന്നു, നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ദൈവത്തോട് യാചിക്കുക. പക്ഷെ ആ യാചന പ്രകാരമായിരിക്കണം, ഒട്ടും സംശയിക്കാതെ ആയിരിക്കണം. അപ്പൊ സംശയിക്കുന്ന ഒരു യാചനയാണെങ്കിൽ അത് കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമം എന്ന് പറയുമ്പോൾ, കാറ്റടിച്ച് അലയുന്ന കടൽ തിര എന്ന് പറയുമ്പോൾ അത് എങ്ങോട്ട് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എങ്ങനെ വരുന്നു എന്നും ഒരു ലക്ഷ്യമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അപ്രകാരമല്ല, നമ്മൾ എന്ത് കാര്യം യാചിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിപ്പിൻ എന്നാണ് നമുക്ക് വചനത്തിൽ വായിക്കാൻ കഴിയുന്നത്. അപ്പം നമ്മൾ യാചിക്കുന്ന യാചന ഒട്ടും ഒരു സംശയമില്ലാതെ വിശ്വാസത്തോടു കൂടെ യാചിക്കണം. മത്തായി 21:21 പ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ഒട്ടും സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞത് പോകും. മലയോട് നീങ്ങി കടലിലേക്ക് ചാടുക എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. പക്ഷെ യേശു ആഗ്രഹിക്കുന്നത് കടുകുമണിയോളം വിശ്വാസമുള്ളെങ്കിൽ അത് മതി. പക്ഷെ ആ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഒട്ടും സംശയിക്കരുത്. നമുക്കറിയാം, ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. അത് നിർവഹിക്കാൻ ശക്തനായൊരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് നമ്മൾ ആഴമായ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം. പാസ്റ്റർ ബൈബിൾ ക്ലാസ്സിൽ പ്രകാരം പറഞ്ഞു, വിശ്വാസത്തിന്റെ ഉറപ്പ് എന്ന് പറയുന്നത് 1 കുഞ്ഞാടിന്റെ രക്തം, 2
നമ്മുടെ സാക്ഷ്യം, ക്രിസ്തുവിലുള്ള നമ്മുടെ സാക്ഷ്യം. അതിപ്രകാരം നമുക്ക് വിശ്വാസത്തിന്റെ ആഴത്തിൽ ഉറപ്പിക്കുവാനായിട്ട് കഴിയും. റോമർ 10:17 പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ വിശ്വാസത്തിന്റെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉറപ്പിക്കേണ്ടതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? വചനമാണ്. വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ക്രിസ്തുവിലൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തെ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയും. 1 പത്രോസ് 1:7 ഇപ്രകാരം പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. നമുക്കറിയാം, സ്വർണം തീയിലിട്ടിട്ടാൽ അത് ഒന്നുകൂടി ശുദ്ധമായി പ്യുവർ ഗോൾഡായിട്ട് കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ ആഴത്തിലുള്ള ഉറച്ച വിശ്വാസമുള്ള ആഴമേറിയ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ, പ്രതിസന്ധികൾ വളരെ ഉണ്ടാവും. കൂടുതലായിരിക്കും, മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും. കാറ്റത്ത് അലയടിക്കുന്ന തിരകളെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഒരു ഉറച്ച വിശ്വാസം, ഒരു ആഴമേറിയ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശോധനകളും പരീക്ഷകളും കൂടുതലായിരിക്കും. എന്നാൽ അതിൽ പതറിപ്പോകാതെ, നമ്മളെ വിളിച്ചത് ആരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിൽ പതറിപ്പോകാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ദൈവവചനമാണ്. ഈ ദൈവവചനം നമുക്കറിയാം, വചനം ദൈവമാണ്. അപ്പം വചനം ജഡമായതാണ് യേശുക്രിസ്തു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പം ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ തീർച്ചയായും ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. തീർച്ചയായും അപ്പം നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തിൽ നമുക്ക് ഉറച്ചു പോകുവാനായിട്ട് നമുക്ക് കഴിയും. മറ്റു പ്രതിസന്ധികളോ പരീക്ഷകളോ എന്തൊക്കെ നേരിട്ടാലും നമ്മൾ പതറിപ്പോകുവാനായിട്ട് ഇടയാകില്ല. ഈ വചനത്തിലൂടെ ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ, ക്രിസ്തുവിൽ നമ്മുടെ സാക്ഷ്യത്തിലൂടെ ആഴമേറിയ വിശ്വാസത്തിൽ നിൽക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളുടെ നമ്മെ സഹായിക്കുമാറാകട്ടെ.